മക്കളെ, അപ്പം നമ്മുടെ ഫോട്ടോസിന്തസിസ് ഇൻ ഹയോ പ്ലാന്റ്സ് ഒരുപാട് കോൺസെപ്റ്റുകൾ ഒളിഞ്ഞിരിക്കുന്ന ചാപ്റ്റർ, ഒരുപാട് സൈക്കിളുകൾ ഒളിഞ്ഞിരിക്കുന്ന ചാപ്റ്റർ. ആ ഫോട്ടോസിന്തസിസ് ഇൻ ഹയോ പ്ലാന്റ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൈക്കിളാണ് നമ്മുടെ കാൽവിൻ സൈക്കിൾ. മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ക്ലോറല്ല പൈറിനോയിഡോസ എന്ന ആൽഗയിൽ നിന്നും ഫൈൻഡ് ഔട്ട് ചെയ്ത സൈക്കിളാണ് കാൽവിൻ സൈക്കിൾ. അറിയാലോ? അപ്പൊ നമുക്ക് എന്താണ് കാൽവിൻ സൈക്കിൾ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. റെഡി? ഇവിടെ നോക്കിക്കേ, നമ്മുടെ റിബുലോസ് 1,5 ബിസ് ഫോസ്ഫേറ്റ്. എത്ര കാർബൺ കോമ്പൗണ്ട് ആണ് ഈ റിബുലോസ് 1,5 ബിസ് ഫോസ്ഫേറ്റ്? റിബുലോസ് 1,5 ബിസ് ഫോസ്ഫേറ്റ് 5 കാർബൺ കോമ്പൗണ്ട് ആണ് നമ്മുടെ റിബുലോസ് 1,5 ബിസ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഈ 5 കാർബൺ കോമ്പൗണ്ട് ആയ റിബുലോസ് 1,5 ബിസ് ഫോസ്ഫേറ്റിലേക്ക് റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ, ഏത് എൻസൈമാടാ? റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ അറ്റ്മോസ്ഫിയറിൽ നിന്നും വരുന്ന കാർബൺ ഡയോക്സൈഡിനെ ആഡ് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 3-ഫോസ്ഫോഗ്ലിസറേറ്റ്. റിമെമ്പർ, 3-ഫോസ്ഫോഗ്ലിസറേറ്റ് എത്ര കാർബൺ കോമ്പൗണ്ട് ആണ്? 3 കാർബൺ കോമ്പൗണ്ട് ആണ് 3-ഫോസ്ഫോഗ്ലിസറേറ്റ്. ആൻഡ് ദിസ് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഏതാണ്? 3-ഫോസ്ഫോഗ്ലിസറേറ്റ്. അതുകൊണ്ടാണ് ഈ സൈക്കിളിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? C3 സൈക്കിൾ. കാൽവിൻ സൈക്കിൾ എന്ന് വിളിക്കാനുള്ള റീസൺ ഡിസ്കവേർഡ് ബൈ മെൽവിൻ കാൽവിൻ. C3 സൈക്കിൾ എന്ന് വിളിക്കാൻ കാരണം ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഇസ് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് which is a 3 കാർബൺ കോമ്പൗണ്ട്. ഈ 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ഫോം ചെയ്തു. ഇതാണ് നമ്മുടെ കാൽവിൻ സൈക്കിളിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതാണ് കാൽവിൻ സൈക്കിളിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, എന്താടാ നമ്മൾ വിളിക്കുക? കാർബോക്സിലേഷൻ. എന്താടാ ഫസ്റ്റ് സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്നത്? കാർബോക്സിലേഷൻ എന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്നത്. എന്താ വിളിക്കുക? കാർബോക്സിലേഷൻ. അങ്ങനെ കാർബോക്സിലേഷൻ കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പാണ് റിഡക്ഷൻ. ഈ റിഡക്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ വെച്ചിട്ട് ഇവിടെ എന്തിന്റെ അഡിഷൻ ആണ് നടക്കാൻ പോകുന്നത്? ഹൈഡ്രജന്റെ അഡീഷൻ ആണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ കാർബൺ മോളിക്യൂളുകളിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ നിന്നാണ് ഈ ഹൈഡ്രജൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. മക്കൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? NADPH കാണാൻ പറ്റും. ഈ NADPH എന്തായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്? NADP ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ NADPH ഹൈഡ്രജൻ ആണ് കാർബൺ മോളിക്യൂളുകളിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഈ ഒരു പ്രോസസ് നടക്കണമെങ്കിൽ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്? ATP ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ ATP യൂസ് ചെയ്യുന്നുണ്ട്. ഈ ATP എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യണേ നോക്കിക്കേ? ADP ആയിട്ടാണ് ATP കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഒരു കാർബണിലോട്ട് ആക്ച്വലി 2 ഹൈഡ്രജൻ ആണ് ആഡ് ചെയ്യുന്നത് ഒരു സൈക്കിളിൽ കേട്ടോ. ഒരു കാർബണിലോട്ട് 2 ഹൈഡ്രജൻ ആണ് ആഡ് ചെയ്യുന്നത്. സോ ഈ ഒരു റിഡക്ഷനിൽ നമുക്ക് 2 ഹൈഡ്രജൻ ആവശ്യമുണ്ട്. അപ്പൊ എത്ര NADPH വേണ്ടി വരും? 2 NADPH വേണ്ടി വരും. ഞാൻ പറഞ്ഞു ഇവിടെ ഹൈഡ്രജന്റെ അഡിഷൻ ആണ് നടക്കുന്നത്. 2 ഹൈഡ്രജന്റെ അഡിഷൻ ആണ് നടക്കുന്നത്. ആ ഹൈഡ്രജന്റെ അഡിഷൻ നടക്കണമെങ്കിൽ ഇവിടെ ATP വേണം. എത്ര മോളിക്യൂൾ ATP? 2 മോളിക്യൂൾ ATP. സോ ഒരു റിഡക്ഷൻ നടക്കണമെങ്കിൽ 2 NADPH 2 ATP. ഓക്കെ ആണല്ലോ? ശരി. അങ്ങനെ ട്രയോസ് ഫോസ്ഫേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ട്രയോസ് ഫോസ്ഫേറ്റിൽ നിന്നും വീണ്ടും എന്ത് റീജനറേറ്റ് ചെയ്യുന്നു? RUBP, റിബുലോസ് 1,5 ബിസ് ഫോസ്ഫേറ്റ് റീജനറേറ്റ് ചെയ്യുന്നു. ഈ റീജനറേഷന് എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്? ATP ADP ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ATP എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ADP ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ മക്കളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇവിടെ ഇപ്പൊ എത്ര ATP നമ്മൾ ചെലവഴിച്ചു എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവിടെ നമ്മുടെ റിഡക്ഷനിൽ 2 ATP വേണമെന്ന് ഞാൻ പറഞ്ഞു. റീജനറേഷനിൽ 1 ATP വേണം. ടോട്ടൽ എത്ര ATP വേണം? യെസ്, ടോട്ടൽ എത്ര ATP വേണം? 3 ATP വേണം. ടോട്ടൽ എത്ര ATP വേണം? 3 ATP വേണം. ശരി. റിഡക്ഷനിൽ എത്ര NADPH വേണം? 2 NADPH വേണം. എത്ര NADPH ആ വേണ്ടത്? 2 NADPH വേണം. ഈ 3 ATPയും 2 NADPH ഒരൊറ്റ സൈക്കിളിന് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. ഒരു സൈക്കിൾ കൊണ്ട് ഗ്ലൂക്കോസ് കിട്ടുമോ? ഇല്ല. നമുക്ക് 1
മോളിക്യൂൾ ഗ്ലൂക്കോസ് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ കാൽവിൻ സൈക്കിള് എത്ര പ്രാവശ്യം റൺ ചെയ്യണം? 6 പ്രാവശ്യം ഈ സൈക്കിള് റൺ ചെയ്യണം. എത്ര പ്രാവശ്യം റൺ ചെയ്യണം? 6 പ്രാവശ്യം റൺ ചെയ്യണം. അപ്പൊ മക്കളെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് നിങ്ങൾ. ഇവിടെ ഒരു സൈക്കിളിന് 3 ATP 2 NADPH. അപ്പോൾ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര സൈക്കിൾ? 6 സൈക്കിൾ. എത്ര സൈക്കിളാടാ? 6 സൈക്കിൾ. അപ്പൊ എങ്ങനെയാ വരിക? 1 cycle require 3 ATP. So for the production of 1 molecule of glucose, 6 cycles required. 1 cycle require 3 ATP. 6 cycle require 18 ATP. Okay. Any 1 cycle require 2 NADPH. For the production of 1 molecule of glucose, 6 cycle is required. അല്ലെ 6 സൈക്കിൾ വേണം. അപ്പോൾ again 6 സൈക്കിൾ വരുമ്പോൾ ഒരു സൈക്കിളിന് 1 NADPH. ഒരു സൈക്കിളിന് 2 NADPH. അപ്പോൾ 6 സൈക്കിളിന് 12 NADPH. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കാൽവിൻ സൈക്കിൾ എന്താണെന്ന് പഠിച്ചു. ഇതേപോലെ നമുക്ക് C4 സൈക്കിൾ, അതേപോലെ C2 സൈക്കിൾ, ഇങ്ങനെ 3 സൈക്കിളുകൾ ഉണ്ട് നമ്മുടെ നമ്മുടെ കാർബൺ സൈക്കിൾസ്. 3 കാർബൺ സൈക്കിൾസ് നമുക്കുണ്ട് അല്ലേ? C3 സൈക്കിൾ, C2 സൈക്കിൾ, C4 സൈക്കിൾ. ഈ സൈക്കിളുകള് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ വൈകുന്നേരം 7 മണിക്ക് ഞാൻ യൂട്യൂബ് ലൈവിൽ ഉണ്ടാവും. നിങ്ങളും ജോയിൻ ചെയ്യില്ലേ? നാളെ 7 മണിയാകുമ്പോൾ എൻ്റെ കൂടെ നമുക്കൊന്ന് തകർത്ത് കളയാടാ. ബൈ.